വിജയ നമസ്കാരം. നമസ്കാരം. കഴിഞ്ഞ ദിവസം നമ്മൾ യുക്രൈൻ പാകിസ്ഥാന് ഡ്രോൺ പരിശീലനം നൽകുന്നു എന്ന് പറഞ്ഞ ഒരു വാർത്ത പുറത്തുവിട്ടിരുന്നു. അപ്പൊ അതിന്റെ താഴെ വന്ന ഒരു കമന്റ് ആണ്, അതായത് നമ്മൾ വാർത്ത എക്സാജറേറ്റ് ചെയ്യുകയാണെന്നാണ് ചില ആൾക്കാർ പറയുന്നത്. അപ്പൊ എന്താണ് ഈ എക്സാജറേഷൻ എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അതിനകത്ത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തെ ട്രിഗർ ചെയ്ത കാര്യം എന്ന് പറയുന്നത് ആ യുക്രൈൻ പാകിസ്ഥാന് ഡ്രോൺ കൊടുക്കുമ്പോൾ നമ്മുടെ ജാംനഗർ ഓയിൽ റിഫൈനറിയെ പാകിസ്ഥാൻ അതുകൊണ്ട് ആക്രമിക്കാനായി തയ്യാറെടുക്കും, നമ്മളെ ഡൽഹി മുംബൈ പോലുള്ള നഗരങ്ങളെ അവർ ആക്രമിക്കുമെന്ന് ഞാൻ പറഞ്ഞതായിരിക്കാം ചിലപ്പോൾ അദ്ദേഹത്തെ ചൊടിപ്പിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അത് ന്യൂസ് ഇന്ത്യ മലയാളത്തിന്റെ പ്രേക്ഷകർക്ക് കൃത്യമായിട്ട് അറിയാം. ഇത് ഞാൻ പറയുന്നതല്ല, ഇതൊക്കെ പാകിസ്ഥാൻ പറയുന്നതാണ്. ജാംനഗർ ഇൻഡസ്ട്രിയെ നമ്മൾ ആക്രമിക്കും, മുംബൈയെ ആക്രമിക്കും, ഡൽഹിയെ ആക്രമിക്കും എന്നൊക്കെ പാകിസ്ഥാൻ ഓൾറെഡി പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇതാണ് അവർ ഡ്രോൺ പരിശീലനം നേടുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഉള്ളിലിരിപ്പ് ഇതാണ് എന്ന രീതിയിൽ ഞാൻ അവതരിപ്പിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം ഈ വാർത്ത നമ്മൾ എടുത്തു കഴിഞ്ഞ ശേഷം വേറൊരു മാധ്യമങ്ങളും ഇത് ഞാൻ അങ്ങനെ അധികം കണ്ടില്ല. പിന്നെ ഈ വാർത്ത പുറത്തു വന്നതിന് ശേഷം അതിന്റെ ചുവട് പിടിച്ചു വരുന്ന വാർത്തകൾ വളരെ രസകരമാണ്, നമ്മുടെ ശക്തി തെളിയിക്കുന്നതാണ് എന്നുള്ളതാണ്. അതായത് ഈ വാർത്ത പുറത്തു വന്ന ശേഷം നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇന്ത്യയുടെ ഒരു രഹസ്യ സ്ക്വാഡ്രന്റെ ഒരു പ്രദർശനം നടത്തിയിട്ടുണ്ട് ഡ്രോണിന്റെ. പാകിസ്ഥാനെ കാണിക്കാനായിരിക്കും എന്ന് ഞാൻ അനുമാനിക്കുന്നു. ഇത് എക്സാജറേഷൻ അല്ല, ദയവ് ഇത് മനസ്സിലാക്കണം. അപ്പോൾ അങ്ങനെ ഒരു പ്രദർശനം നടത്തിയിട്ടുണ്ട്. പോരാത്തതിന് നമ്മുടെ സകല മാധ്യമങ്ങളും, നമ്മുടെ ദേശീയ മാധ്യമങ്ങൾ, മലയാള മാധ്യമങ്ങൾ, ദേശീയ മാധ്യമങ്ങളെല്ലാം ഡ്രോൺ മേഖലയിൽ ഇന്ത്യ കൈവരിച്ച നേട്ടങ്ങളും ഇപ്പോൾ ഇന്ത്യയുടെ കയ്യിൽ നിന്നും ഡ്രോൺ വാങ്ങിക്കാനായി തയ്യാറായി വന്നിരിക്കുന്ന രാജ്യങ്ങളും നമ്മുടെ ഡ്രോൺ മാർക്കറ്റിന്റെ ആ ഒരു വ്യാപ്തിയും എടുത്തു കാണിക്കുന്ന റിപ്പോർട്ടുകൾ മാത്രമാണ് പുറത്തുവിടുന്നത് എന്നുള്ള വാർത്തകൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും. സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി ഗൂഗിളിൽ എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇതിൽ ഏറ്റവും വലുതായിട്ട് നമ്മൾ പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഇന്ത്യ ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന ഡ്രോൺ വിപണികളിൽ ഒന്നായി മാറുകയാണ്. അതായത് ഇന്ത്യയിൽ ഡ്രോണുകളുടെ നിർമ്മാണവും ഉപയോഗവും വാങ്ങലും വളരെ വേഗത്തിൽ വർദ്ധിക്കുകയാണ് എന്നുള്ളതാണ്. പ്രതിരോധ മേഖല, ഇന്ത്യ പാകിസ്ഥാൻ അതിർത്തി, ചൈനയുമായുള്ള അടുത്ത കാലത്തെ യുദ്ധങ്ങളിൽ ഡ്രോണുകളുടെ വലിയ പ്രാധാന്യം, ഇവയെല്ലാം കാരണം ഇന്ത്യൻ സൈന്യം ആയിരക്കണക്കിന് ഡ്രോണുകൾ ഇപ്പോൾ നിലവിൽ ഈ റിപ്പോർട്ട് വന്ന ശേഷം വാങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പ് നടത്തുകയാണ്. സർക്കാർ ആഭ്യന്തര കമ്പനികളിൽ നിന്ന് ഇപ്പോൾ അതിന് സർക്കാർ ഇറക്കാൻ ഉദ്ദേശിക്കുന്ന പൈസ $2 ബില്യൺ അധികമാണ്. ഏകദേശം 20,000 കോടിയിലധികം രൂപ വില വരുന്ന സൈനിക ഡ്രോണുകൾ വാങ്ങാൻ പദ്ധതി ഇടുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. അപ്പൊ കഴിഞ്ഞ ദിവസം ഈ യുക്രൈന്റെ ഈ വാർത്ത പുറത്തു വന്ന ശേഷമാണ് ഈ റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. പക്ഷേ ഇതെല്ലാം മേക്ക് ഇൻ ഇന്ത്യ പദ്ധതികളിൽ ഉൾപ്പെടുത്തിയായിരിക്കും എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. PLI പദ്ധതി, ഡ്രോൺ റൂൾ, സ്റ്റാർട്ടപ്പുകൾക്ക് പിന്തുണ എന്നിവ നടപ്പാക്കിയിട്ടുണ്ട് ഓൾറെഡി. സൈന്യം മാത്രമല്ല ഡ്രോണുകൾ ഇപ്പോൾ ഉപയോഗിക്കുന്നത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തായാലും ഈ ഡ്രോൺ കൊണ്ടുള്ള ഒരു യുദ്ധത്തിൽ ഇന്ത്യയെ തോൽപ്പിക്കാൻ പാകിസ്ഥാന് കഴിയില്ല എന്ന് തന്നെയാണ് കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടുകളെല്ലാം സൂചിപ്പിക്കുന്നത്. വിചേട്ടാ, ഇതിൽ നമുക്കിപ്പോ എന്താണ് മനസ്സിലാകുന്നത്? ഇതിൽ നിന്നും ഇന്ത്യ ഇപ്പോൾ വേഗത്തിൽ ഈ ഒരു 2 ബില്യൺ ഇതിനകത്തോട്ട് ഇറക്കി വീണ്ടും ഈ ഡ്രോണിന്റെ മേഖല വലിയ രീതിയിൽ വികസിപ്പിക്കാൻ ഒരുങ്ങുന്നതിന് പിന്നിൽ അടുത്ത് തന്നെ ഉള്ള ഒരു സംഘർഷത്തിന്റെ സാധ്യതയാണോ വ്യക്തമാകുന്നത്? അതിനേക്കാൾ ഉപരി അതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് മറ്റൊരു വാർത്ത ഉണ്ടായിരുന്നു. അതായത് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്ത ആ വിഷയത്തിനകത്ത് പറഞ്ഞിരുന്നത്, പാകിസ്ഥാൻ കണക്ക് കൂട്ടുന്നത് ഇന്ത്യയുടെ കയ്യിൽ S-400 ആണ് നമ്മുടെ പ്രതിരോധ സംവിധാനം. അപ്പോൾ ഈ S-400 റഷ്യയിലെ അതിനെ തകർത്തുകൊണ്ടാണ് ഉക്രൈൻ ഡ്രോണുകൾ വിജയിച്ചു കയറുന്നത്, റഷ്യയിൽ വലിയ നാശം വരുത്തുന്നത്. അതുകൊണ്ട് ഇന്ത്യയിലുള്ള ഡ്രോണിനെ തകർത്തുകൊണ്ട് ഇന്ത്യയിൽ വലിയ നാശം വിതയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഉക്രൈന്റെ ഡ്രോണുകൾ പാകിസ്ഥാൻ വാങ്ങുന്നത് എന്നായിരുന്നു ആ വാർത്ത. പക്ഷെ ഇന്നലെ വന്ന മറ്റൊരു വാർത്ത, നമ്മൾ അനന്ത് എന്ന് പറഞ്ഞിട്ടുള്ള നമ്മൾ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത വ്യോമ പ്രതിരോധ സംവിധാനം ഇന്നലെ മുതൽ അത് ലോഞ്ച് ചെയ്തിരിക്കുന്നു എന്നുള്ളൊരു വലിയ വാർത്തയാണ്. അതിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, S-400 പോലെ അല്ലാതെ ഓടി നടന്ന് പ്രതിരോധിക്കാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്രതിരോധ സംവിധാനമാണ്. ഓടി നടന്നത് എന്ന് ഞാൻ പറയുമ്പോൾ കുറച്ചുകൂടെ ഞാൻ സിമ്പിൾ ആയിട്ട് അത് വിശദീകരിച്ചു തരാം. ഈ S-400 കണക്ക് ഇല്ല അയൺ ഡോൺ കണക്ക് ഉള്ളതാണെങ്കിൽ നമ്മൾ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് ഇടുകയാണ് ചെയ്യുന്നത്. അവിടെ നിന്ന് അതിന്റെ 300 കിലോമീറ്റർ സറൗണ്ട്സിലുള്ള ഈ വരുന്ന മിസൈൽസും ഡ്രോൺസും അടിച്ചിടുകയാണ് ചെയ്യുന്നത്. ഇത് അങ്ങനെയല്ല, ഇത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അതായത് ഒരു ഭാഗത്തു നിന്ന് ഒരു ഭാഗത്തേക്ക് യാത്ര ചെയ്യാൻ കഴിയും. ഇത് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ, ആ യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇതിനെ പ്രതിരോധിക്കാൻ കഴിയും. അതായത് ഒരു സ്ഥലത്തു നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് ഇതിനെ വളരെ വേഗം നീക്കാൻ കഴിയും. അതായത് മറ്റേതുപോലെ കൊണ്ടുവന്ന് ഇട്ടതിന് ശേഷം അടുത്ത സ്ഥലത്തേക്ക് മൂവ് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒഴിവാക്കുമെന്ന് മാത്രമല്ല, ഇത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പ്രതികരിക്കുന്ന ഒരു സംവിധാനം എന്ന് പറയുമ്പോൾ വളരെ ഏറ്റവും ലേറ്റസ്റ്റ് അഡ്വാൻസ് ആണത്. പക്ഷെ ഇത് ആദ്യമായിട്ടല്ല ഇന്ത്യ ഇങ്ങനത്തെ ഒരു പരീക്ഷണം. നമ്മൾ കണ്ടതാണ്, അഗ്നി മിസൈല് ഓടുന്ന ട്രെയിനിൽ നിന്ന് വിക്ഷേപിക്കുന്ന ഒരു പരീക്ഷണം നമ്മൾ നടത്തിയിരുന്നു. നമ്മളതിന്റെ ചിത്രങ്ങൾ സഹിതമാണ് ആ വാർത്ത, എന്നാൽ എല്ലാവരും നൽകിയിരുന്ന ആ വാർത്ത നമ്മൾ നൽകിയിരുന്നത്. അപ്പം ഇപ്പോൾ ചലിച്ചുകൊണ്ടിരിക്കുന്ന വ്യോമ പ്രതിരോധ സംവിധാനം എന്ന് പറയുന്നത് അതൊരു പുതുമയായ കാര്യം തന്നെയാണ് ലോകത്തിനെ സംബന്ധിച്ച്.
ഈ പരമ്പരാഗതമായിട്ടുള്ള ഈ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളെക്കാളും അപ്പുറത്തേക്ക് ഒരു അനന്തം എന്നാണ് അതിന്റെ പേര് നൽകിയിരിക്കുന്നത്. ഇന്ന് ന്യൂസ് ഇന്ത്യ മലയാളത്തിൽ വിശദമായി അതിനെക്കുറിച്ച് ഒരു വാർത്തയും നമ്മൾ നൽകിയിട്ടുണ്ടായിരുന്നു. അതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ആദ്യമായി തന്നെ ഈ മേഖലയിൽ ഒരു ഡ്രോൺ സ്ക്വാഡ്രൺ നമ്മൾ രൂപീകരിച്ചു. ആളില്ലാ വിമാനങ്ങൾക്ക് വേണ്ടി റൺവേ നമ്മൾ രൂപീകരിച്ചു. കഴിഞ്ഞ ദിവസമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്നൊരു പ്രസ്താവന, AI-യിൽ ചൈനയെ തടയാൻ കഴിവുള്ള ലോകത്ത് ഒരേ ഒരു ശക്തിയേ ഉള്ളൂ, അത് ഇന്ത്യയാണ് എന്ന് അവർക്ക് തന്നെ പറയേണ്ടി വന്നു. AI-യുടെ ഒരു ഹബ്ബായിട്ട് നമ്മൾ മാറ്റി. നമ്മൾ കഴിഞ്ഞ വർഷമായിരുന്നു 2025 അവസാനമായിരുന്നു ദില്ലിയിൽ വെച്ച് നമ്മൾ AI-യുടെ ഒരു ലോക സമ്മേളനം തന്നെ നടത്തുന്നത്. 100-ൽ-പരം രാജ്യങ്ങളാണ് ഇതിൽ പങ്കെടുത്തിരുന്നത്. അപ്പം ഇങ്ങനെ ഒരു ഡ്രോൺ വിഭാഗം, കാരണം ഈ ലോകത്തിന്റെ ഒരു യുദ്ധം ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ വില കുറഞ്ഞ ഡ്രോണിലേക്ക് മാറിയിരിക്കുന്നു. വില കുറഞ്ഞ കാര്യക്ഷമമായ ഡ്രോണുകളാണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള. നമ്മളിപ്പോ ഇറാൻ യുദ്ധത്തിൽ നമ്മളത് കണ്ടു, ഉക്രൈൻ വാറിൽ നമ്മളത് കണ്ടു. കാരണം ഈ ആളുകളില്ലാത്ത വിമാനങ്ങളും അതുപോലെ തന്നെ ഈ ഡ്രോണുകളുമാണ് ഇപ്പോഴത്തെ യുദ്ധങ്ങളിലൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു രാജ്യം, ഇപ്പൊ നമ്മളുടെ രാജ്യത്ത് അതിന്റെ ഒരു ഏറ്റവും വലിയ മേൽക്കൈ, അതായത് ഇതിന്റെ കച്ചവട സാധ്യതകൾ എന്തും മാത്രം ഉണ്ടെന്നും കൂടെ നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ ബ്രഹ്മോസ് നമ്മൾ ഇറക്കിയപ്പോൾ ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നൊരു വാർത്തയുണ്ട്, ബ്രഹ്മോസിന്റെ ചെറിയ പതിപ്പ് ഇന്ത്യ ഇറക്കുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ചിന്തിക്കും ചെറിയ പതിപ്പ് എന്തിനാണെന്ന്. അത് നമുക്ക് വേണ്ടിയിട്ടുള്ളതല്ല ചെറിയ പതിപ്പ്. ഈ നിർദ്ധരായ രാജ്യങ്ങളുണ്ട്, അതായത് ഒരു വലിയ പതിപ്പൊക്കെ നമ്മുടെ ബ്രഹ്മോസിന്റെ ഒറിജിനലൊക്കെ വാങ്ങാൻ നിവൃത്തിയില്ലാത്ത രാജ്യങ്ങളുണ്ട്. പക്ഷെ അവരെ സംബന്ധിച്ച് വലിയ ലക്ഷ്യങ്ങളൊന്നും അവർക്ക് ഉണ്ടായില്ല. അവർ അടുത്ത് കിടക്കുന്ന ചെറിയ ചെറിയ അതിർത്തി തർക്കങ്ങളോ ചെറിയ ചെറിയ രാജ്യങ്ങളുമായിട്ടുള്ള ഏറ്റുമുട്ടലാണ്. ഒരുപക്ഷെ അവർക്ക് ഒരു 1000 റേഞ്ച് അല്ലെങ്കിൽ 1500 റേഞ്ച് ഒക്കെ ഉള്ള ചെറിയ മിസൈലുകളാണ് അവർക്ക് കുറച്ചുകൂടെ നന്നാകുന്നത്. പിന്നെ അത്രയും പണമേ അവരുടെ മുടക്കാനുള്ളൂ. അതുമാത്രമല്ല, ഈ ഡ്രോണുകളുടെ മേഖലയിൽ ഇന്ത്യക്ക് ഒരു വലിയ അപ്രമാദിത്വം ലഭിച്ചിട്ടുണ്ട്. കാരണം ഇന്ത്യൻ ഡ്രോണുകളെ സംബന്ധിച്ച് ഒന്ന് വില കുറവാണ്, രണ്ട് കൃത്യതയുണ്ട്. കാരണം നമ്മൾ ഈ ഡ്രോണുകൾ കൃത്യമായി തന്നെ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പരീക്ഷിച്ച് വിജയിച്ചതാണ്. ഇതാണല്ലോ ഇതിന്റെ ഒരു മാനദണ്ഡം. ഇപ്പോൾ ഒരു ഡ്രോണ് നമ്മൾ ഇറക്കുമ്പോഴേക്ക് ഇല്ലെങ്കിൽ ഒരു ആയുധം വിപണിയിൽ എത്തിക്കുമ്പോൾ സ്വാഭാവികമായി വരുന്ന ചോദ്യം, ഇപ്പൊ ചൈനയുടെ കേസ് അതാണ്. ചൈനയ്ക്ക് ഒരുപാട് ആയുധങ്ങളുണ്ട്, പക്ഷെ ഇതൊന്നും എവിടെയും പരീക്ഷിച്ചതായിട്ട് നമുക്കറിയില്ല. അഥവാ പരീക്ഷിച്ചുള്ളിടത്തെല്ലാം തകർന്നു പോയിട്ടുമുണ്ട്. അതിപ്പോ ഇറാനിൽ തന്നെ അവരുടെ ടെക്നോളജിയെ കൊടുത്തിട്ടുള്ളൂ, ആയുധങ്ങൾ വലുതായിട്ട് കൊടുത്തിട്ടില്ല. പാകിസ്ഥാൻ പ്രയോഗിച്ചത് പൊളിഞ്ഞടങ്ങുന്നത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ ഒരു മിസൈൽ ഇപ്പോൾ നമ്മൾ എടുത്തിട്ട് അഴിച്ചു പണിതുകൊണ്ടിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇതിനകത്തുള്ളത് എന്നുള്ളത് ആ വാർത്ത നമ്മൾ കുറച്ച് ദിവസം മുമ്പാണ് നൽകിയിരുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു സാഹചര്യം വരുന്നു. തുർക്കിയിലെ ഡ്രോണുകൾ പാകിസ്ഥാൻ ഉപയോഗിച്ചപ്പോൾ പരാജയപ്പെട്ടതും ഒരിക്കലും എവിടെയാണ് ആ തുർക്കിയിലെ ഡ്രോണുകൾ കൂടുതലായി ഉപയോഗപ്പെട്ടിരുന്നത്? ഹമാസും ഹിസ്ബുള്ളയുമാണ് അത് യൂസ് ചെയ്തിരുന്നത്. അതുപോലത്തെ ഒരു സ്ഥലമല്ല ഇവിടത്തേക്ക് വരുന്നു എന്നുള്ളതാണ്. കാരണം അവരിടയ്ക്കിടയ്ക്ക് ഡ്രോൺ ആക്രമണം നടത്തും, അത് ഇസ്രായേൽ അടിച്ചു ദൂരെ കളയുകയും ചെയ്യും. ആ ഒരു സാധനമാണ് പാകിസ്ഥാൻ അവർ കൊടുക്കുകയും അത് ഇന്ത്യക്കെതിരെ പ്രയോഗിക്കുമ്പോഴാണ് അവരൊരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിൽ ഒരു പ്രതിരോധം സൃഷ്ടിക്കാൻ നമുക്ക് കഴിയുകയും ചെയ്തത്. ഇപ്പോൾ നമുക്ക് പുറത്തു വരുന്ന വാർത്ത എന്ന് പറഞ്ഞാൽ ഈ ഡ്രോൺ മേഖലയിൽ തന്നെ ലോകത്തിലെ തന്നെ 1-ാം നമ്പർ ശക്തിയായി നമ്മുടെ രാജ്യം മാറുന്നു എന്നുള്ളതാണ്. ഇന്നലെ നമ്മൾ കേട്ടത് പാകിസ്ഥാൻ നമ്മളെ അറ്റാക്ക് ചെയ്യാൻ, അത് S-400 വെച്ചിട്ടാണ് അവരുടെ അനാലിസിസ്റ്റുകളൊക്കെ പറയുന്നത്. S-400-നെ തകർക്കാൻ യുക്രൈൻ ഡ്രോണുകൾക്ക് കഴിഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ അവർക്ക് പരിശീലനം ഇന്നലെ നമ്മൾ അതുകൊണ്ടായിരിക്കണം ആ വാർത്ത ഇന്നലെ വന്നത്. എനിക്ക് തോന്നുന്നു മാതൃഭൂമിയിലടക്കം ആ വാർത്ത, ഈ അനന്തിന്റെ വാർത്ത വന്നിരുന്നു. അതായത് ഈ മൂവ് ചെയ്തുകൊണ്ട് തന്നെ പ്രതിരോധം തീർക്കാൻ, ഈ പ്രതിരോധ കവചം തീർക്കാൻ കഴിവുള്ള നമ്മളുടെ ഒരു വ്യോമ പ്രതിരോധ സംവിധാനത്തെ കുറിച്ച്. അപ്പോൾ ഈ ഒരു വാർത്ത എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത തന്നെയാണ്. കാരണം ഇന്നലത്തെ നമ്മുടെ വാർത്ത കേട്ടവർക്ക് എന്തായാലും അതിന്റെ ഫോളോ അപ്പ് എന്താകും എന്നറിയാൻ വലിയ ആഗ്രഹവും ഉണ്ടാകും. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇത്തരത്തിലൊരു വാർത്ത ഇന്ന് ചർച്ചയ്ക്കെടുത്തത്. അതിന്റെ ഫോളോ അപ്പ് ഇതാണ്. ഇന്ന് നമ്മളുടെ ഭാഗത്തു നിന്ന് വരുന്ന വാർത്ത ഇതാണ്. പക്ഷെ ഇന്ത്യ ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതീവ രഹസ്യമായി വികസിപ്പിച്ചെടുത്ത ഡ്രോണുകളൊക്കെ പ്രദർശിപ്പിക്കുന്ന ഒരു രീതി കണ്ടിരുന്നു. ഒരുപക്ഷെ ലോകത്തിന് കാട്ടിക്കൊടുക്കാനാകാം, ഇല്ലെങ്കിൽ പാകിസ്ഥാന് കാട്ടിക്കൊടുക്കാനാകാം ഇങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നുള്ളത്. ഇവിടെ ശ്രദ്ധേയമായ ഒരു കാര്യമുണ്ട്. ഈ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് ആണ് നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്കോ പൗരന്മാർക്കോ ലോകത്തിനോ പോലും അറിയാത്ത ചില ആയുധങ്ങൾ കൂടി ഇന്ത്യ ആ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗപ്പെടുത്തുകയുണ്ടായി. അതിനകത്ത് ഇസ്രയേലുമായി ചേർന്ന് സംയുക്ത സംരംഭത്തിൽ നടത്തുന്ന ചില ആളില്ലാ വിമാനങ്ങളും ഡ്രോണുകളും ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളും ഉണ്ടായിരുന്നു. പക്ഷെ ലോകത്തിന്റെ മുമ്പിൽ അത് ഹൈലൈറ്റ് ആയിട്ട് നിന്നത് ബ്രഹ്മോസ് മാത്രമായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ മറ്റ് ആയുധങ്ങളും ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഈ ഗ്രീസ് പോലെയുള്ള രാജ്യങ്ങൾ നമ്മുടെ നാഗ് പോലെയുള്ള ഈ നമ്മുടെ മിസൈലുകളും മറ്റുമൊക്കെ വാങ്ങാൻ താല്പര്യം പ്രകടിപ്പിക്കുകയും അതിനുള്ള കരാറുകൾ ഒപ്പിടുകയും ചെയ്ത സാഹചര്യം. എല്ലാ രാജ്യങ്ങളും വേറെ സസൂക്ഷ്മം നിരീക്ഷിക്കുമല്ലോ. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ വലിയ വലിയ ആയുധങ്ങൾ വാങ്ങാൻ കപ്പാസിറ്റി ഉള്ള രാജ്യങ്ങളും അതിന് താഴെ നിൽക്കുന്ന, അങ്ങനെയാണല്ലോ ഒരു കമ്പനി കാർ ഇറക്കുമ്പോൾ. ഇപ്പോൾ ഒരു ടാറ്റ അവരുടെ കാർ ഇറക്കുമ്പോൾ അതിന്റെ ഒരു ഹൈ എൻഡും ഉണ്ടാകും, ഒരു ലോ എൻഡും ഉണ്ടാകും, പിന്നെ അതിന്റെ മിഡിൽ വേരിയൻസും ഉണ്ടാകും. അപ്പൊ നമ്മുടെ കയ്യിലുള്ള പൈസയ്ക്ക് അനുസരിച്ച് നമുക്ക് ഇതിനകത്ത് ഏത് വേരിയൻസ് വേണമെങ്കിലും എടുക്കാൻ കഴിയും. ബേസ് ആയിട്ട് എല്ലാം കറക്റ്റ് തന്നെ ആയിരിക്കും. പിന്നെ ചില വ്യത്യാസം റേഞ്ചിലും മറ്റുമൊക്കെ ഉള്ള ചില വ്യത്യാസങ്ങൾ കാണും. അത് തന്നെയാണ് ഇവിടെ നടക്കുന്നത്. ഡ്രോൺ വിപണിയിലേക്ക് ഇന്ത്യ വളരെ വേഗം, കാരണം ഇത് പ്രൂവ് ചെയ്യിച്ചിട്ടുള്ള ഡ്രോണാണ്.
അതല്ലാതെ കാരണം അത് മാത്രവുമല്ല, ഈ ഡ്രോണിന്റെ നിർമ്മാണത്തിൽ പങ്കാളികൾ ആരൊക്കെയാണ്? ഇസ്രായേലുണ്ട്, റഷ്യൻ സാങ്കേതികത്വമുണ്ട്, ഫ്രാൻസിന്റെ സാങ്കേതികത്വമുണ്ട്. അത് ലോകോത്തരമായിട്ടുള്ള ഈ മേഖലയിലെ സാങ്കേതികത്വ സംവിധാനങ്ങൾ കൂടി കൂട്ടിയോജിപ്പിച്ചിട്ടാണ് നമ്മൾ ആത്മനിർഭർ ഭാരതിലായിട്ട്, അതായത് ഒരു ആയുധ വിപണിയിലേക്ക്. ഇന്നലെ നമ്മൾ കൊടുത്തിരുന്ന ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിന്റെ എണ്ണ വിപണിയിലേക്ക് ഇന്ത്യ കടക്കുന്നു എന്നുള്ളത് നമുക്ക് ഒരിക്കലും സ്വപ്നം കാണാൻ പോലും കഴിയില്ലായിരുന്നു. എണ്ണ ഇങ്ങോട്ട് വാങ്ങിക്കൊണ്ടിരുന്ന ഒരു രാജ്യം എണ്ണ വിപണിയിലേക്ക് കടക്കുന്നു, അതും എഥനോൾ കലർന്ന പെട്രോൾ റഷ്യക്ക് ഉൾപ്പെടെ കൊടുക്കുന്നു എന്നുള്ളതായിരുന്നു ഒരു വാർത്തയെങ്കിൽ, ഇന്ന് വന്നിരിക്കുന്ന മറ്റൊരു വാർത്ത ലോകത്തിന്റെ ആയുധ വിപണിയിൽ ഒരു നിർണായക സ്വാധീനം ഉറപ്പിച്ചുകൊണ്ട് ഡ്രോൺ വിപണിയിലേക്ക് ഇന്ത്യ, അതായത് യുദ്ധസജ്ജമായ ഡ്രോണുകളുടെ വിപണിയിലേക്ക് ഇന്ത്യ കടക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. ഇന്നലെ ആ വാർത്ത നൽകിയതുകൊണ്ടാണ് ഇന്ന് അതിന്റെ ഫോളോ അപ്പ് ആയിട്ട് നമ്മൾ ഈ വാർത്ത ഇന്ന് എടുത്തിരിക്കുന്നത് ഈ ചർച്ചയ്ക്ക് വേണ്ടിയിട്ട്.